പ്രജിത, ഈ പാകിസ്ഥാനൊക്കെ പഴയതുപോലെ അങ്ങനെ കണ്ട് ഇന്ത്യയിലൂടെ കൈ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. പാകിസ്ഥാൻ എന്നല്ല, ചൈനയ്ക്കും പറ്റുന്നില്ല. അപ്പൊ കൈ കൊടുത്താൽ പണി കിട്ടും എന്ന രീതിയിൽ പാകിസ്ഥാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ വരുന്നൊരു പുതിയ വാർത്ത, പാകിസ്ഥാൻ ഈ ISI റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ ചില എന്താ പറയാ, ചില വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എങ്ങനെ ഇത് നമ്മൾ വായിച്ചിടത്തോളം കേട്ടിടത്തോളം എന്താണ് ഇതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കുന്നത്? ISI എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. റോഹിംഗ്യൻ മുസ്ലിമുകളെയൊക്കെ നമ്മളുടെ നാട്ടിൽ അഭയം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രക്ഷോഭമൊക്കെ നടത്തിയ നാടാണ്. അതായത് ഈ എന്താ പറയാ, രാജ്യത്തിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടേ, അതായത് രാജ്യത്തിന് അനുകൂലമായി പറയുന്നവരെയൊക്കെ ജയിലിലടക്കുകയും നേരെ തിരിച്ചും വേണം എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ഇത്. പക്ഷെ ആ ഒരു ഇത് ഇവിടെ ഇപ്പൊ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഖ് ഹസീനനെ അവരെടുത്ത് താഴെയിട്ടു. യൂനസ് ആണ് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഒരു കാവൽ ഗവൺമെന്റ് ആണ്. പക്ഷെ യൂനസിന് വേണ്ടി ഇവിടെ ജയ് വിളിക്കുന്നവർ ധാരാളമാണ്. അത് ഷെയ്ഖ് ഹസീനക്കെതിരെ ഉണ്ടായിരുന്നില്ല. കാരണം ഷെയ്ഖ് ഹസീന നമ്മുടെ രാജ്യവുമായിട്ട് നല്ല രീതിയിൽ ബന്ധമുണ്ടായിരുന്ന ഒരു നേതാവാണ്. അപ്പൊ അവരുടെ വീട്ടിൽ കയറി അടിച്ച് തകർക്കുകയൊക്കെ ചെയ്തതാണ്. ഇപ്പൊ രാഷ്ട്രപിതാവിന്റെ പടമടക്കം കത്തിച്ചിട്ടുള്ള ടീമുകളാണ് ഇവര്. അപ്പൊ അവിടെ നിന്നാണ് റോഹിംഗ്യൻ അഭയാർത്ഥികളെ, അതായത് അവർക്ക് മറ്റ് എങ്ങും ജീവിക്കാനുള്ള പോകാൻ നിവർത്തിയില്ലല്ലോ. അപ്പൊ പൈസക്കും മറ്റുള്ളതിനൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളവരെയാണ് ഈ പാകിസ്ഥാന്റെ ആളുകളൊക്കെ നോട്ടമിട്ടിട്ട് ആയുധവും കൊടുത്ത് നമ്മുടെ നാട്ടിലേക്ക് വിടുക എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം എന്താ പറയാ, എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നടപ്പാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം പണ്ടത്തെ ചേട്ടൻ പറഞ്ഞ പോലെ പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. എന്ത് മരമണ്ടന്മാരാണെന്ന് ആലോചിച്ചു. അത് ചിന്തിക്കണ്ടേ, അതവര് ചിന്തിക്കണ്ടേ. അത് നമ്മൾ പറയില്ലേ, ഒന്ന് തവണ നമ്മൾ പറയില്ലേ, പഠിച്ചില്ലെങ്കിൽ ചൊറിയുമ്പോ അറിയുമെന്ന് പറയണ പോലെ ചൊറിയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടിയും, ഇനി മാന്തി വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോ ഈ പറയുന്നത് അവരെ അൽ ഖ്വയ്ദ ഉൾപ്പെടെയുള്ളവരുടെ രഹസ്യ ഏജന്റുമാരാക്കിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ അതിർത്തി രക്ഷാ സേനയും സൈന്യവും ഉൾപ്പെടെയുള്ള വിങ് വളരെ ശക്തമായി തന്നെ അതിർത്തികളെ പരിപാലിച്ചു പോരുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 8 വർഷത്തോളമായിട്ട് കാര്യമായ രീതി, അതായത് പണ്ടുണ്ടായിരുന്ന പോലെ നമ്മുടെ ജവാന്മാർക്കോ നമ്മൾക്കോ നമ്മുടെ ആളുകൾക്കോ ഒന്നും സംഭവിക്കാതിരിക്കുന്നത്. ഈവൻ കാശ്മീരിന്റെ സ്ഥിതി അറിയാവുന്ന, അവിടെ വലിയ ഒരു സമ്മിറ്റ് ഒക്കെ നടത്തി. അവിടെ ഒന്നും ഒരു മനുഷ്യൻ കാലുകുത്താൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയാണ് മോദി വന്നതിന് ശേഷം ഈ സമ്മിറ്റ് ഒക്കെ നടത്തിയത്. അതൊക്കെ ഒരു വല്ലാത്തൊരു നല്ലൊരു ഇതാണ്. മോദി ഗവൺമെന്റ്, BJP ഗവൺമെന്റിന്റെ വളരെ ഒരു കരുത്ത്. കാര്യം അമിത്ഷായും രാജ്നാഥ് സിംഗും മോദിയും ഒക്കെ പവർഫുൾ തന്നെയാണ്. ആ ഒരു വിങ് ഉണ്ടല്ലോ, മോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, പിന്നെ റോയുടെ തലപ്പത്തുള്ളത് അജിത് ഡോവലാണ്. അപ്പൊ പല രാജ്യങ്ങളിലും ചെന്നിട്ട് ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ളവരാണെങ്കിലും ഒക്കെ, അതായത് ഭീകരന്മാരൊക്കെ കൊല്ലപ്പെടുമ്പോൾ ഇപ്പൊ നേരത്തെ പറയും മൊസാദാണെന്നാണ് പറയാ, പക്ഷെ ഇപ്പൊ പറയും റോയാണ്, ഇന്ത്യയാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. കാരണം ഇന്ത്യയെ പേടിയാണ്, മെറിറ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ പക്ഷെ മെറിറ്റാന്നൊക്കെ പറയുമ്പോ സൂക്ഷിക്കണം, തെറിവിളി വരും. കാരണം ഇവിടെ ഇപ്പൊ തന്നെ നമ്മളൊന്ന് നോക്കണം, യാഥാർത്ഥ്യം പറയാതിരിക്കാൻ കഴിയില്ല. അതെ. അപ്പൊ ഇവരെ അതായത് ഈ റോഹിംഗ്യൻസിന് ഉപയോഗിച്ചിട്ട് ഇന്ത്യയില് വലിയ രീതിയിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ള രൂപരേഖ വരെ പാകിസ്ഥാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അവർക്ക് ആയുധ പരിശീലനമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ ഒരു മാധ്യമ സംഘടനയാണ് ഈ റിപ്പോർട്ട് പുറത്ത് വിട്ടത്. അപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ ഇപ്പോൾ മതഭ്രാന്തന്മാരാണുള്ളത്. അപ്പൊ അവരാണെങ്കിൽ ഇവരെ സഹായിക്കാനും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ പലതവണയായിട്ട് നമുക്കെതിരെ ബംഗ്ലാദേശിൽ നിന്ന്
പല രീതിയിലുള്ള ചേട്ടൻ പറഞ്ഞ പോലെ വിധ്വംസക പ്രവർത്തനങ്ങൾക്കൊക്കെ ഇങ്ങനെ ആഞ്ഞാഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ കൊഞ്ചു തുള്ളിയാൽ ചട്ടിയോളം ആഞ്ഞിങ്ങ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടും. കാരണം പണ്ടത്തെ പോലെയല്ല. പിന്നെ എണീക്കാൻ പറ്റില്ല. കാരണം അതെ, മാത്രമല്ല അതൊരു വലിയൊരു അതായത് ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ ഇന്ത്യക്കൊപ്പമേ നിൽക്കുള്ളൂ. ട്രംപ് വന്നിട്ടുണ്ട്, ട്രംപ് ഇന്ത്യക്കൊപ്പമേ നിൽക്കുള്ളൂ. പിന്നെ ഉള്ളത് റഷ്യയാണ്, റഷ്യ ഇന്ത്യക്കൊപ്പമേ നിൽക്കുള്ളൂ. റഷ്യ ഇനി ട്രംപ് മാറിയാലും റഷ്യ ഒരിക്കലും ഇന്ത്യക്കൊപ്പം അല്ലാതെ നിൽക്കില്ല. ഈ ബംഗ്ലാദേശിന്റെ ഒക്കെ അവരെ അടിക്കാനായിട്ട് ഇവരൊന്നും ഒരു ആവശ്യം വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ഈ 3 ശക്തികളുണ്ടല്ലോ, ഇവര് ഇന്ത്യക്കൊപ്പമേ നിൽക്കുള്ളൂ. ഇപ്പൊ ചൈനയ്ക്ക് സത്യത്തില് ഡോക്ലാമിലുള്ള പ്രശ്നം പരിഹരിച്ചതോടുകൂടി, അതായത് ഇന്ത്യയോട് അടിച്ചു നിന്നാൽ ശരിയാവില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നത് കൊണ്ടാണ്, അത് കൊടുത്തത് കൊണ്ടാണ് ചൈന അവിടെ നിന്ന് സൈനിക പിന്മാറ്റം ഉണ്ടായത് പോലും. അപ്പോൾ ചൈനയ്ക്കും നേരിട്ടൊരു ഇടപെടൽ ഇവർക്കൊന്നും വേണ്ടി നടത്താൻ പഴയ പോലെ നടത്തില്ല. പക്ഷെ ഒരുപക്ഷെ തലയിൽ മുണ്ടിട്ടിട്ട് അവിടെ പാകിസ്ഥാന് ഫണ്ട് കൊടുക്കാമായിരിക്കാം, പക്ഷെ നേരിട്ടൊരു ഏറ്റുമുട്ടലിൽ ചൈനയും വരില്ല. അപ്പൊ ഈ ഇറങ്ങുന്നവരുണ്ടല്ലോ, അതെ, ഇന്ത്യ ഇപ്പൊ അങ്ങ് ഞൊട്ടിക്കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങുന്നവര് വായിൽ അരിയും പൂവിട്ടിട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു പാകിസ്ഥാന് നല്ലത്. കാര്യം ഇപ്പൊ തന്നെ ദാരിദ്ര്യവും കാര്യങ്ങളുമാണ്. പക്ഷെ എന്നിട്ടും ഈ പറയുന്ന പോലെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ്. അതിനൊരു ഒറ്റ ഉദാഹരണം കൂടെ ചെറുതായിട്ടൊന്നും പറയാം. അതായത് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും പറയാം. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ കളി ഉണ്ടായിരുന്നു ക്രിക്കറ്റ്. അപ്പോൾ ശുഭ്മാൻ ഗിൽ എന്നൊരു ബാറ്റ്സ്മാൻ, നമ്മളെ ഏറ്റവും അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാൻ, കൊച്ചു പയ്യൻ, നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവനെ ഔട്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പണ്ട് ജാവത് മിയാന്ത് അതൊക്കെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒക്കെ കാണിച്ചിരുന്ന ചില ജസ്റ്ററുകളുണ്ട്. അതുപോലെ കളി തീരാറായി, അവന്റെ ബാൽ ഏറ്റവും വങ്കിലായി, അവൻ തീർന്നു, എന്നിട്ടും കൈ കാണിച്ച് കയറിപ്പോന്നൊക്കെയുള്ള ആംഗ്യം കാണിക്കുക. അത് ഇന്ത്യൻ താരങ്ങൾ, സീനിയർ താരങ്ങൾ, പാകിസ്ഥാന്റെ തന്നെ സീനിയർ താരം വാസിം അക്രം വരെ പറഞ്ഞിട്ടുണ്ട്, എന്തിനൊക്കെ ഈ അഹങ്കാരം കാണിക്കണം, അതിനൊക്കെ വല്ലതും ഉണ്ടോ? അതെ, വല്ലതും ഉണ്ടോ? അതായത് നമ്മള് ഒരു രാജ്യത്തിനെയും ചെയ്യുന്നതല്ല. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരിക്കൽ പോലും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയില്ല. അത് ചെയ്യുന്നവർക്ക് കൂട്ടുനിൽക്കുകയുമില്ല. കാരണം ഇന്ത്യക്ക് നേരിട്ട് പാകിസ്ഥാന്റെ അടുത്ത് ഇപ്പോഴത്തെ ഗവൺമെന്റിനാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. പക്ഷെ എസ് ജയശങ്കർ പല വേദികളിലും പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ സുരക്ഷയ്ക്ക്, അതായത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വരുന്ന എന്തെങ്കിലും ഒരു ഭംഗം വരുന്ന രീതിയിൽ പാകിസ്ഥാൻ അവിടുന്ന് ഇടപെടൽ നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. വിദേശകാര്യമന്ത്രിയല്ലേ? അതെ. അപ്പൊ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ പോളിസി. നിങ്ങൾ തിരിച്ചടിച്ചിട്ട് വന്നാൽ മതി എന്നുള്ളൊരു ധൈര്യം നമ്മുടെ ജവാന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭരണകൂടം പഞ്ചിങ് ആയിട്ട് പറയുമ്പോഴേ ജവാന്മാരെ അടിച്ചിട്ടേ വരുള്ളൂ. അത് പണ്ടുണ്ടായിരുന്നില്ല. പണ്ട് അടിക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള തീരുമാനങ്ങൾ വരണം. അതെ, ഇപ്പൊ അതാണുള്ളത്. ഇപ്പൊ നട്ടുള്ള ഒരു ഭരണകൂടമുണ്ട്, ഒരു പക്ഷേ. അതെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏർപ്പാടൊക്കെ പാകിസ്ഥാൻ അങ്ങ് വാങ്ങി വെക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന വിഭാഗങ്ങളെ ഇറക്കി വിട്ടാൽ അങ്ങനെയുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാര്യം കൂടി റോഹിംഗ്യൻ, അതായത് മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ളവരാണ് ഒരിക്കൽ ഡൽഹിയിൽ രാമന്റെ എന്തോ ഒരു പൊസിഷൻ പോകുന്ന ഒരു സമയത്ത്, പ്രദക്ഷിണം പോകുന്ന സമയത്ത് അതിന് നേരെ കല്ലെറിയുകയും ഒക്കെ ചെയ്തത്. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഹിന്ദു വിഭാഗക്കാരാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം. സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത്, അതായത് ഒരു പൗരത്വമോ ഒരു തരത്തിലുമുള്ള ഒരു കാര്യങ്ങളോ ഇല്ലാതെ, അതായത് നിയമവിരുദ്ധമായിട്ട് നമ്മുടെ നാട്ടിൽ കയറി ആ ഒരു വിഭാഗം ബംഗ്ലാദേശികൾ വന്ന് കയ്യേറി വെച്ചിരുന്ന സ്ഥലത്താണ് ഹിന്ദുക്കൾക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോഴും ഇവിടുത്തെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് CAA വേണ്ട, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ദേശവിരുദ്ധരായിട്ട് നമ്മുടെ നാട്ടിൽ കയറി താമസിക്കുന്നവരെ പുറത്താക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഒരു വിഭാഗം ഇതിനു വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് ഈ പറയുന്നത് പോലെ ഇത്രയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ മോദി ഗവൺമെന്റ് എന്തായാലും ഈ ഒരു CAയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നടപ്പാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മൂക്കിലെ പൂട പറിച്ച് കളയുന്ന പോലെ ശക്തമാണ്. അതെ.